ഭീമ നീ ഇത് വെച്ചിട്ടാണ് വരാൻ പോണെ ചെന്നൈക്ക്? എന്ത് ചെന്നൈയില് 18 രാവിലെ വരെ അവിടെ ഇരിക്കും. സ്കിപ്പ് റീൽസോ ബ്രോ? റീൽസിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം. എനിക്ക് വേറൊരു വലിയ സന്തോഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാണ്, ഇത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഗോപി സുന്ദറിന്റെ സ്റ്റാറ്റസിൽ വരെ ഞാൻ റിയാക്ട് ചെയ്തൊരു സോങ് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. ലൈക്ക് എന്താ റീൽസ് ആണെങ്കിലും ഇടയ്ക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് അതിൽ നിന്നൊരു ഫ്യൂച്ചർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്ന് അറിയണതിൽ സന്തോഷമാണ്. ഞാൻ ഇരുന്ന് മൊത്തം റീലൊന്നും കാണാറില്ല. നല്ല വീഡിയോസ് നല്ലതാണെന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ഉള്ളത് ഇമ്പ്രൂവ് അല്ലാതെ ഞാൻ ഇരുന്ന് ഫുൾ റീലൊന്നും കാണത്തില്ല. ഇതിനകത്ത് വരുന്ന സാധനമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ റീൽ എടുത്ത് വെച്ച് പ്ലേ ചെയ്യണതല്ലല്ലോ. മനസ്സിലായ? നമുക്ക് കുറച്ചു നേരം സിറ്റി നോക്കട്ടെ. സിറ്റി എപ്പോഴത്തേക്ക് എപ്പോൾ നോക്കട്ടെ, അതിനനുസരിച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗോഡ് ഓഫ് വാർ കളിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ ഇവരെ? ഞാൻ എവിടെയോ എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച. ഇതാണ് ഞാൻ ദേവിയുടെ ഷട്ടിൽ എടുക്കാറ്. പിന്നെ just boys things. ഹലോ ഞാൻ ഇവിടെ എത്തിട്ടോ. എവിടെ? ഓങ്ങല്ലൂര്. ഓങ്ങല്ലൂരാ? സൈക്കിളേറ്റോ? എന്നിട്ട് പാട്ട് കളിക്കാൻ തരാട്ടോ. അതോട് ചെങ്ങിനോട് കാർക്കാടുക്കെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അല്ലേ? ഇപ്പോഴും വേറ്റോ, ഇപ്പോഴും വേറ്റൊക്കെ കാണിച്ചറിയാം. ഇവിടെ നേരെ കൂലത്രേ. ഞാന് മറ്റേ ഇതിന് കുറച്ചപ്പുറത്ത് കടന്ന അങ്ങോട്ട് പോട്ടെ. കുറച്ചപ്പുറത്ത് എവിടെ? പട്ടാമ്പി. ഇത് പാലക്കാടാണോ ശരിക്കും? വായിട്ടടക്കാൻ തരാ. സത്യമല്ലേ? പണ്ടൊക്കെ അടുത്ത ജനിസം വരെ പോയിട്ടാന്ന് പറഞ്ഞ അണ്ണാ. ഇത് എന്റെ സെക്കൻഡ് കാർ ആനിമേഷൻ ആണ്, ബട്ട് ഇറ്റ് നോട്ട് പെർഫെക്റ്റ്. ഫസ്റ്റ് ആനിമേഷൻ തീരെ കൊള്ളില്ല. അവൻ തന്നെ പറഞ്ഞു. കുറ്റസംഭവം നടത്തിയേ. മലപ്പുറം ആണത്. മോശനാണ്. അത്രയ്ക്ക് മുമ്പോടെ പോടാ. മോശമൊന്നുമല്ല, നല്ലതാണടാ. നീ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അടിപൊളിയാവൂടാ, കിടലമായിട്ട് വരും. അത്രയ്ക്ക് മോശമൊന്നുമല്ല. സിസ്റ്റർ, എനിക്ക് കുട്ടികളില്ല, അപ്പൊ ഒരു കുട്ടി എടുത്താലോ? സുമേഷ് കുട്ടു, വയസ്സ് 24. എത്ര വയസ്സുള്ള കുട്ടിയാണ് സാർ ദത്തെടുക്കാൻ പോകുന്നത്? 18 വയസ്സുള്ള പെൺകുട്ടി. 17 മതി കിട്ടും. സാറിന്റെ ബന്ധം എവിടെയോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല. സത്യമായിട്ട് എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. സത്യം. എന്ത് സായിബാബ തമ്പു നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യുകയും തമ്പു എന്ന അനന്തു മുത്തേ മെനുവിനെ ഹാപ്പി ഇങ്ങനെ അല്ലല്ലോ സായിബിന്റെ അടുത്തൊന്നും കിട്ടണ്ടേത്. നീ ജനിക്കേണ്ടവനെ അല്ലെന്ന് പറയണമായിരുന്നു അല്ലേ? ഇതൊക്കെ ആരുടെ പടച്ചിടുന്നത്? ഇതൊക്കെ എന്നെ ഇറങ്ങിയതാ. സമയത്ത്
ഇതിനകത്ത് ഞാൻ ഒരു കമന്റ് ഇട്ടതിന് 46,000 ലൈക്ക് എന്നുണ്ട് കോച്ച്. ഒരു കമന്റിന്റെ ലൈക്ക് എനിക്ക് ഞാൻ ഇതിനകത്ത് വെറുതെ താറാവിന്റെ റിമോട്ട് ഞാൻ ഇങ്ങനെ ഇതിട്ട് കമന്റ് ഇട്ട് ആ കമന്റിന് 46K ലൈക്ക് എന്തോണ്ട്. അണ്ണ ഞാൻ ചെയ്ത ബാഹുബലി BGM കവറാണ് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ആക്കണേ. ഡോൾബി അറ്റ്മോസ്. What if this entry of Bahubali let's make it. നെവർ സ്കിപ്പ് ലോ ക്വാളിറ്റി വീഡിയോ. സത്യം എന്റെ അമ്മ കിടിലം ബ്രോ, കിടിലം, ഒരു രക്ഷയില്ല. ഇത് നീ തന്നെയാണോ ശരിക്കും? ഒരു രക്ഷയില്ല. സെബാൻ മ്യൂസിക്കൽ ഒഫീഷ്യൽ അടിപൊളി ബ്രോ. അതൊരു ഡാർക്ക് ഹ്യൂമർ അല്ലേ ബ്രോ? അല്ലേ, അതൊക്കെ നിങ്ങൾ പെർസീവ് ചെയ്യുന്ന നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആ. എനിക്കത് തമാശയായിട്ട് തോന്നില്ല. ഞാൻ കുറ്റം വേറൊന്നും പറഞ്ഞില്ല. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അല്ലാതെ പുള്ളി ചെയ്തോ പുള്ളിയെ പറ്റിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കതൊരു തമാശയായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റിയില്ല. ഒപ്പീനിയൻ അല്ലേ, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് അല്ലേ. എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞോളൂ. ഞാൻ നോർമലി ഓരോ വീഡിയോസ് കാണുമ്പോൾ എന്റെ ഒപ്പീനിയനാ പറയണം, അല്ലാതെ അതിന്റെ കമന്റ് സെക്ഷൻ അല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. എനിക്കത് ഡാർക്ക് ഹ്യൂമർ, അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കും. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. ഓ പറയടാ, നീ എവിടെയാണ്? കുറെ നാളല്ല കണ്ടിട്ട്. ഈഗിൾ ബ്രോ പറ. അല്ല, ഞാനൊന്ന് ഗൂഡ്ലൂർ പോയത്, തമിഴ്നാട്ടിൽ വരെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഈഗിൾ ബ്രോ നമുക്ക് അടുത്തത് കളിക്കാം. നമുക്ക് സ്പോയിലർ അത്. ആണോ? ഇത് ഏത് ഇത് ഏതിന്റെ ഇത്? ആ ക്യാരക്ടർ ഓറന്റെ ഇതാണ്. Elon Musk is now officially the first trillionaire. What he could actually buy. officially the first trillionaire in history. And with that level of money, this is what he could buy. He could buy every single NFL team, every NBA team, and every Premier League team, and still have money left to build his own league. He could purchase the entire Lamborghini car company more than 40 times. Not the car. Entire Lamborghini company 40 വട്ടം മേടിക്കാന്ന്. പ്രീമിയർ ലീഗ് ടീം ഫുൾ ടീമിനെ ബൈ ചെയ്യാന്ന്. The company. He could buy every penthouse in Singapore, every villa in Miami, and still afford to build a new city just for fun. He could buy the Mona Lisa, the Sistine Chapel ceiling, and every artwork in the Louvre Museum combined, and it would still be less than 2% of his net worth. He could give $100,000 to every person in Denmark, and he would still be a billionaire. നാളെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നോ തീരുമെന്നുള്ളൂ. എടാ, നമ്മൾ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ പറയും മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണല്ല ഉള്ളൂ എല്ലാവർക്കും. മരിക്കുന്നതിന്റെ തലേന്ന് വരെ റിച്ച് ആയിട്ട് ജീവിക്കണം, അതിലാ കഴിവ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരേ കുഴിയിലോട്ടൊക്കെ തന്നെയാണ് പോണത്. അതിന്റെ തലേന്ന് വരെ പിന്നെ തെണ്ടിക്കൊണ്ട് നടക്കണോ? അതൊക്കെ വെറും മടിയന്മാരുടെ എക്സ്ക്യൂസസാ. Could buy 1,000 Koenigsegg Jesko Absolutes, crash half of them, and not even notice. And if he wanted, he could fund a mission to Mars, build the first private city in space, and name the planet after himself. എന്റെ അമ്മ,
എനിക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അവിടൊക്കെ എത്തു ചേട്ടാ, കുഴപ്പമില്ല, എത്തു. ആര് നമ്മളോ? പിന്നെ എയറില് മാർച്ചില് പോയിട്ട് പക്ഷെ ഞാൻ എത്തിയില്ലെങ്കിലും നമ്മുടെ ലൈവ് കാണുന്ന 10,656 പേരും എത്തും. ഇത് അവിടെ എത്തും ഉറപ്പായിട്ടും. നിങ്ങളെല്ലാം നല്ല എലോൺ മസ്ക് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിൽ നിങ്ങളെല്ലാരും എത്തും. പിന്നെ അല്ലാതെ ചായ എല്ലാം കുടിച്ച് വയനാട് ലേ പുലി കുപ്പിയുമായി ടച്ചിങ്സ് നടന്നു വരുന്നു. നല്ല മഴ, നല്ല ആൽക്കബോളിക് വെതർ. അപ്പൊ രണ്ടെണ്ണം അടിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല. ലാസ്റ്റ് ഞങ്ങളൊരു വീട് കണ്ടു. അപ്പൊ നാട്ടുകാര് പഞ്ഞിക്കിടാവോ, രണ്ടെണ്ണം അടിക്കാൻ വേറെ സ്ഥലമില്ലാത്ത കാരണമാണ് പറയാം. പുതിയ പണി തീരാത്തൊരു വീട് കണ്ടാ നോക്കി നോക്കാം. ഉള്ളിലാരെയും ഉണ്ടാവോ? ചേട്ടാ ഞാൻ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി. ചേട്ടാ ഇതുണ്ടോ? ചേട്ടാ ചേട്ടാ ഇത് ശരിക്കുള്ള വീഡിയോ ആണോ? ആയിരിക്കൂല, ഇത് എഡിറ്റ് ആണ്. ഫേക്ക് ആണ് ആണല്ലേ? ഉയ്യോ, അങ്ങനെയൊക്കെ ഓറ കണ്ടാണോ? അടിച്ച് സെറ്റാണോ? പ്രൈമാണോ? പ്രൈമല്ലേ? പ്രൈം ആവട്ടെ. അപ്പൊ ഇപ്പൊ അടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ താങ്ങത്തില്ല. പണ്ട് M3 പ്രൈം ആയിരുന്നളിയാ. ഉണ്ടായിരുന്നല്ലേ അളിയാ? കൊടുത്ത് പടത്തെ M3 സ്റ്റാർക്കൊക്കെ ഇടക്ക് സിറ്റി കയറാൻ പറയണല്ലേ? വരാൻ പറയണേ. ശരിയാന്നാ ഇടക്കിട്ട് സിറ്റിയില് പുതിയ ഗ്യാങ് വന്നിട്ടുണ്ട്, അവരെയൊക്കെ പോയി അടി. അതെ അതെ, അവരുടെ ജയിക്കണേ. ഒന്നും പറയുന്നില്ല, അളിയ ഒന്നും പറയാൻ പറ്റത്തില്ല. അവരും പറഞ്ഞ അടി ഉറപ്പല്ലേ അളിയ? അളി ഈ അടി ഇങ്ങനത്തെ ഒരു ഫിയർ വേണല്ലേ? ഈ ഫിയർ ആണ് വേണ്ടത്. അല്ലെ ഓറാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അളിയ. അയ്യോ എന്തിനു ഓറയാടാ നമുക്ക് അളിയ? പക്ഷെ വേറെ കാര്യമുണ്ട് ഗൈസ്, ഐ നെവർ ലെറ്റ് ദം ബി ഓവർ കോൺഫിഡന്റ്. ആ സാധനം കീപ്പ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതായത് ഒരു ടീമിനെ നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിംഗിൾ ബാഡ് ഡേ മതി നമ്മുടെ ഒരു ഇത് ചേഞ്ച് ആക്കാൻ, മനസ്സിലായ? അപ്പൊ ഒരിക്കലും നമ്മൾ അത്ര ആ ഒരു ഈ കോൺഫിഡൻസ് നല്ലതാണ്, ബട്ട് അതൊരു ഓവർ കോൺഫിഡന്റ് ആവാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം, മനസ്സിലായോ? ഇപ്പൊ ഉള്ളത് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് അതെന്റെ പ്ലേയേഴ്സിന് കോൺഫിഡൻസ് കൊണ്ട് അവർ പറയണ സാധനമാണ്. പക്ഷെ അതൊരു ഓവർ കോൺഫിഡൻസ് ആക്കാതെ നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നോക്കണം. നമുക്കൊരു ചെറിയൊരു ഒരു ബാഡ് ഡേ അല്ലെങ്കിൽ ഒരു ഇത് വന്നാൽ മതി, അത് ഒരു ഇത് വെക്കാൻ. ബട്ട് സ്റ്റിൽ നമ്മളിപ്പം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് ഈ സിറ്റിയിൽ. അതാണ് വേറൊരു കാര്യം. അങ്ങനെ തന്നെ പോട്ടെ. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ക്രൗഡ് ഗാദറിംഗ് ഇൻ കേരള. നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ. നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. ഞാൻ ഒച്ചിറ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇതിൽ പോയിട്ടില്ല. T47 നല്ലൊരു ഗ്യാങ് ആയിരുന്നു. ഒബ്വിയസ്ലി ഗ്യാങ് മറ്റേ ഗൺ പവർ വൈസസില് നല്ലൊരു സിറ്റിയിൽ നല്ല ടോപ്പിലുള്ള ഒരു ഗ്യാങ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാക്കി അവന്മാരുടെ പേഴ്സണലി നമുക്ക് ഇഷ്ടമല്ലാത്ത കുണ്ണാളുടെ മുമ്പിൽ തരാം, അതൊക്കെ അപ്പാർട്ട് ഫ്രം അതൊക്കെ വിട്ടേരെ. ഗൺ പവർ വൈസ് ലൈക്ക് നല്ലൊരു ഗ്യാങ്ങാ. നമ്മുടെ സിറ്റിയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഗ്യാങ് എന്ന് തന്നെ പറയണം. T47, KVA, EVA എല്ലാവരും അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഗ്യാങ്സ്, മനസ്സിലായോ? ഉറപ്പായിട്ടും അത് വരും. ബാക്കി അതിനകത്ത് അമ്മറുള്ള കുണ്ണസ്വഭാവത്തിന്റെ കാര്യത്തിലുള്ള റേറ്റിംഗിൽ ഏറ്റവും താഴെ ഒന്നാമത്. T47 ഇനാക്റ്റീവ് ആണ്. ഇപ്പൊ ഇനാക്റ്റീവ് ആണ്, കുറെ പേര് ഇനാക്റ്റീവ് ആണ്. നമ്മളിപ്പോ സിറ്റിയിലൊന്നും അങ്ങനെ കാണാറില്ല. RP കളിക്ക് ഒരു സെർവർ ഉണ്ടാക്കിത്താ ബ്രോ. ഇപ്പൊ ഞാൻ കളിക്കുന്ന സെർവർ ഒന്ന് പെട്ടെന്ന് മെയിൻ്റെനൻസ് മാറ്റിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി പെട്ടെന്ന്. ഞാനും കളിക്കാനാടാ വന്നത്, ഇത് കേറാൻ പറ്റണ്ടേ സിറ്റിയില്? ജിംനാസ്റ്റിക് ആയിരിക്കും. കുനിഞ്ഞിട്ടെ ഒരു താഴെ ഒരു കുപ്പി വെള്ളം എടുക്കുമ്പോ നടുവേദന. പിന്നെ 2 ദിവസം ലൈവില്ല.
എനിക്കിതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ പ്രശ്നമായിട്ട് എനിക്ക് പറ്റില്ല അത് കണ്ടിരിക്കും. ചേട്ടാ ക്രിക്കറ്റ് കളിച്ചോളൂ വീട്ടിൽ വെച്ച്. അയ്യോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വണ്ടിച്ച് കളിക്കും എന്റെ വീടിന്റെ മുറ്റത്തേട്ടാ. ഇവനൊക്കെ ഡീമിന്റെ കാലിന്റെ അടി കൂടെ ബോൾ പോയാൽ അവന് കുനിയാൻ പറ്റില്ല. അവന്റെ നടു ലോക്ക്ഡാ. ഇവരൊക്കെ കെവിൻ എന്നൊക്കെ പറഞ്ഞാൽ കെവിൻ ഇങ്ങനെ എടുക്കുള്ളൂ, ഇങ്ങനെ കൈ താഴോട്ട് ഇങ്ങനെ ആക്കും. അത് എവിടെ വരെ എത്തുമോ അവിടെ വരെ അവനെ അറിയത്തില്ല. മനുഷ്യന് നട്ടല് വളയും അങ്ങനത്തെ ഒരു സംഭവം കെവിൻ അറിഞ്ഞൂടാ. കെവിൻ സത്യമായിട്ട് അറിഞ്ഞൂടാ. മനുഷ്യന് നട്ടല് വളയും കുനിയാൻ പറ്റും അങ്ങനത്തെ ഒരു സാധനം അറിഞ്ഞൂടാ. അവൻ നേരെ തന്നെ ചെയ്യുള്ളില്ല. ദേഹം അനങ്ങാത്ത പട്ടി. ബാറ്റ് ക്രിസ്മസ് ഈസ് കമ്മിങ്. അടുത്ത ക്രിസ്മസ് ആയടാ, അടുത്ത ക്രിസ്മസ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു 27 ദിവസം കൂടെ കഴിഞ്ഞ ഒരു വർഷവും കൂടെ കഴിഞ്ഞ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞ്. ഒരു വർഷം നമ്മൾ 2x പോകുന്നത്. അപ്പൊ അടുത്ത വർഷം പിടിക്കാം. ഇതന്നെ എപ്പോഴും പറയാ അടുത്ത വർഷവും വേൾഡ് കപ്പ് ഉണ്ടോ 2026 ഫിഫയാ? ഈ പാട്ടില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? മുഹമ്മദ് അലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. എന്റെ ആളിയത് കണ്ട്. മുഹമ്മദ് അലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. എടാ കൊള്ളാലേ. എന്റെ അമ്മോ. ആ ആദ്യം കണ്ടിട്ടുണ്ട്, മാർക്കോടെ കണ്ടിട്ടുണ്ട് ഇവര് ചെയ്തേ. എന്ത് രസമായിട്ടാ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. എന്തോരം അവര് കണ്ട് ഇത് ചെയ്തിട്ടായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കല്ലേ. നടുപ്പൻ எனினும் பொழிவாள் நிரந்தர பேர் புகழ் சில கண்களுக்கோ இதுவோ பேய்கள் நாடக விளையாட்டில் மேல் என கீழ் என நீ என நான் என இருமுகம் விருப்பம் வெறுப்பம் மனதில் போர்க்களம் ரசிகர் ராஜ்யம் பெருகும் என் ஆணவம் வெளிதான் என் சக்தி அடியே கந்தா ഒരേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എടാ ഈ പടവേ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അതിലെ ഫോട്ടോ എടുത്ത് ഈ പടം ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഈ ഫ്രെയിം കാണുന്ന പടം കണ്ടവർക്കറിയാം ഈ ഫ്രെയിം എന്താണെന്ന്. എന്താ ചെയ്തു വെച്ചിരിക്കണേ. എന്റെ അമ്മോ. നിങ്ങൾക്ക് ബ്രോ ഒരു രക്ഷയില്ല. കിടിലം അനു ആർട്ടിസ്റ്റ് പ്രണവ് അനു ബ്രോ കിടിലം. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയല്ല, എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പം സത്യം പറഞ്ഞ ദുൽഖറും നമ്മുടെ പ്രണവും ഒക്കെ ചെയ്യുന്ന ഫിലിംസ് കണ്ടു കഴിഞ്ഞാല് നമുക്കിപ്പോ ഉറപ്പായിട്ട് പറയാം ഇവരൊക്കെ മറ്റേ അച്ഛന്റെ ലേബലിൽ കളിക്കുന്നവരല്ല ഇപ്പൊ. എന്റെ അമ്മ ഇൻഡിവിജ്വലി ബ്രില്യന്റ് ആർട്ടിസ്റ്റുകളായി രണ്ടുപേരും. പറയാതിരിക്കാൻ വയ്യ. ഇവർ രണ്ടുപേരും ഇവരെ മറ്റേ ഇനി അപ്പന്റെ പേര് പറഞ്ഞുള്ള ഒരു സാധനം അവർക്ക് ശരിക്കും വേണ്ട. എന്റെ അമ്മ രണ്ട്
ഡൈസറേയും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതില് പ്രണവ് ഭയങ്കര കിടില, ഇതിനകത്ത് ദുൽഖറും പറയാതെ ആക്ടിങ് വേറെ ലെവലായി ഇവരുടെയൊക്കെ, പറയാതിരിക്കാൻ വയ്യ. സിറ്റി അപ്പായി, സിറ്റി അപ്പൊന്നും ആയില്ല.